everyone, welcome to the video. നമ്മൾ ഇന്ന് PRMO 2013 ലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What is the smallest positive integer k such that k into 3 cube plus 4 cube plus 5 cube is equal to a to the power n for some positive integer a and n with n greater than 1. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? k into 3 cube plus 4 cube plus 5 cube എന്നത് 5 cube എന്നത് എന്തായിരിക്കണം? It should be a perfect power. Perfect power എന്ന് പറയുമ്പോൾ perfect square ആവാം, perfect cube ആവാം, അല്ലെങ്കിൽ 4th power ഓ 5th power അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കെയുടെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കെക്ക് പോസിബിൾ ആവുന്ന ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി k = 1 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ളത് പെർഫെക്റ്റ് ക്യൂബോ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറോ അല്ലെങ്കിൽ പെർഫെക്റ്റ് പവർ ആണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. സോ 3 cube plus 4 cube plus 5 cube. What is 3 cube? 3 into 3 9, 9 3 27 plus 64 plus 125. So which is 152 plus 64 അല്ലേ? എന്ന് വെച്ചാൽ 216 എന്ന് കിട്ടും, വിച്ച് ഇസ് നത്തിങ് ബട്ട് 6 ക്യൂബ് ആണ് അല്ലേ. ഇനി നമുക്ക് 216 പോലുള്ള നമ്പേഴ്സ് പവർ ഏതിൻ്റെ പവർ ആണെന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ദെൻ യു ക്യാൻ ഗോ ഫോർ ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 260 എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാം ഇറ്റ്സ് എ പെർഫെക്റ്റ് ക്യൂബ് ആണ് അല്ലേ. സോ പോസിബിൾ ആയിട്ടുള്ള എയുടെയും എന്നിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 6ഉം എൻ എന്ന് പറയുന്നത് 3ഉം ആണ്, റൈറ്റ്. അതുപോലെ തന്നെ കെയുടെ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഇസ് 1, കാരണം 1നേക്കാളും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇല്ല അല്ലേ. സോ 1 ഈസ് ദി ആൻസർ. k = 1 ഈസ് ദി ആൻസർ. ക്ലിയർ? യെസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ട്രൈ ഔട്ട് ചെയ്യാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ k സച്ച് ദാറ്റ് k എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. സോ k 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് ഇസ് ഈക്വൽ ടു a to the power n. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? കെക്ക് പോസിബിൾ ആവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ തന്നെയാണ്, പോസിറ്റീവ് ഇൻറ്റിജർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം അല്ലേ. സോ വാട്ട് ഈസ് 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്, റൈറ്റ്. സോ വിച്ച് ഇസ് 72 plus 27 which means 99. അപ്പോൾ 99 എന്ന് പറയുമ്പോൾ നമുക്കതിനൊന്ന് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലേ. സോ 99 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 11 into 9 ആണ്, റൈറ്റ്. 9 എന്ന് പറഞ്ഞാൽ 3 into 3 ആണ്, റൈറ്റ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 99 ക്യാൻ ബി റിട്ടൺ ആസ് 11 into 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറോ പെർഫെക്റ്റ് പവർ ഒക്കെ ആവണമെങ്കിൽ ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ ആവുന്ന കെയുടെ വാല്യൂ എന്തായിരിക്കണം? k into 99 എന്ന് പറയുന്നത് എന്തായിരിക്കണം? k = 11 എന്ന് വരുമ്പോഴാണ് എന്ത് വരിക? k = 11 എന്ന് വന്നാൽ ദിസ് ബിക്കംസ് എന്താവുക? k = 11 എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്നാവും, വിച്ച് മീൻസ് 33 സ്ക്വയർ എന്നുള്ള രീതിയിൽ ആക്കാൻ പറ്റും അല്ലേ. സോ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഫോർ k ഈസ് 11. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ k സച്ച് ദാറ്റ് ഇവിടെ നമുക്ക് k into 2⁴ plus 2⁴ is equal to a⁴n എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ പോസിബിൾ ആവുന്നത് ഏതാണ്? സോ ഹിയർ യു നോ ദാറ്റ് 2⁴ plus 2⁴ എന്താ? 16 plus 16 32 ആണ് അല്ലേ. സോ k into 32 എന്ന് വെച്ചാൽ k into 32 എന്ന് പറഞ്ഞാൽ 2⁵ ആണ് അല്ലേ. സോ ഇവിടെ എന്താണ്? കെക്ക് പോസിബിൾ ആവുന്ന വാല്യൂ ഏറ്റവും, അതായത് ഇതൊരു പവർ, പെർഫെക്റ്റ് പവർ ആയി ഇപ്പോൾ അല്ലേ, പെർഫെക്റ്റ് പവർ ആയി. സോ ദാറ്റ് മീൻസ് k = 1. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ k = 1 ഈസ് ദി ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ k സച്ച് ദാറ്റ് 72 into k is equal to a to the power n for some positive integer a and n with n greater than 1. So again 72 into k അല്ലേ. അപ്പോൾ 72 എന്ന് പറഞ്ഞാൽ എന്താ? How should we factorize it? 8 into 9 72 ആണ് അല്ലേ. So you can write it like this.
ദാറ്റ് ഈസ് 72k എന്ന് പറയുമ്പോൾ എന്താണ് 8 ഇൻറ്റു 9 ഇൻറ്റു k. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ് ഇൻറ്റു k. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് പവർ ആവണമെങ്കിൽ ഐദർ k എന്ന് പറയുന്നത് നമുക്ക് 3 ആക്കാം, k എന്ന് പറയുന്നത് 3 ആക്കാം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ്. ഇപ്പോൾ k 3 ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്നായിട്ട് മാറും, ഓർ 3 ഇൻറ്റു 2 6 ക്യൂബ് എന്നായിട്ട് മാറും അല്ലേ? പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് k ആണ്. അപ്പോൾ ഇവിടെ ഞാൻ kക്ക് 2 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, kക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്? 2 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇഫ് k ഈസ് ഈക്വൽ ടു 2 എന്തായിരിക്കും? എങ്ങനെയായിട്ട് മാറും ഇത്? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു k എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ 2 എന്ന് ഇടുകയാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 2 raised to 4 ഇൻറ്റു 3 സ്ക്വയർ, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് വെച്ചാൽ 12 സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് നമ്മളിപ്പോൾ ഏതാണ് കേക്ക് കൊടുക്കേണ്ട വാല്യൂസ്? കേക്ക് നമ്മൾ കൊടുക്കേണ്ടത് 2 ആണ്, ബിക്കോസ് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ് ചോദിച്ചിട്ടുള്ളത്. കേക്ക് 3 കൊടുത്താലും ഇതിനൊരു പെർഫെക്റ്റ് പവർ ആക്കാൻ പറ്റും, കേക്ക് 2 കൊടുത്താലും പെർഫെക്റ്റ് പവർ ആക്കാൻ പറ്റും. പക്ഷേ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് ചോദിക്കുമ്പോൾ വി ഹാവ് ടു പുട്ട് k ഈക്വൽ ടു 2. സോ ദ ആൻസർ ഇസ് 2 ഇൻ ദിസ് കേസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.